ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു സ്പെഷ്യൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു വെക്കുക. കണ്ടിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ല കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ എന്തായാലും ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ഇന്ന് നല്ല മഴയുള്ളൊരു ദിവസമാണ് കേട്ടോ. രാത്രിയിലൊക്കെ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇന്ന് റഫീഖക്ക് വേഗം പോകും വേണം. അപ്പോൾ ഇതാ ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല മടിയുണ്ടായിരുന്നു രാവിലെ. കുറച്ച് സമയം അവിടെയും ഇവിടെയൊക്കെ നിന്നു. പക്ഷെ കൂടുതൽ സമയം നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് കിച്ചണിലേക്ക് വന്നതാണ് കേട്ടോ. ഇന്നിപ്പോൾ റഫീഖക്ക് ഞാൻ കുക്കറപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല, നമ്മളെ കലത്തപ്പം. അത് അന്ന് ഉണ്ടാക്കിയപ്പോൾ മുതൽ പറയുന്നുണ്ട് എനിക്ക് സ്റ്റേഷനിൽ കൊണ്ടുപോകാൻ വേണ്ടി 2 ഉണ്ടാക്കി തരണം എന്ന് കേട്ടോ. അങ്ങനെ അത് ഉണ്ടാക്കലാണ് ഇന്ന്. ഇങ്ങനെ ഞാൻ എന്തെങ്കിലും ഒരു തവണ ഉണ്ടാക്കുമ്പോഴാണ് റഫീഖക്ക് ഓർമ്മ വരും കേട്ടോ ഇങ്ങനെ ഒരു സ്നാക്സിനെ കുറിച്ച്. അപ്പോൾ പിന്നെ അത് കൊണ്ടുപോകാൻ വേണ്ടി ഉണ്ടാക്കി തരണം എന്ന് പറയും. അങ്ങനെ ഞാൻ 2 ദിവസം മുമ്പായിരുന്നു കേട്ടോ ആ ഒരു റെസിപ്പി, ആ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇന്നിപ്പോൾ 2 ഉണ്ടാക്കാൻ കിട്ടും. പിന്നെ ഇത് വലിയ റിസ്ക് ഉള്ളതല്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമല്ലോ. പച്ചരി നല്ല വെള്ളത്തിൽ കുതിർത്തിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ ഇപ്പം തന്നെ മാവൊക്കെ അരച്ചെടുത്തു. ഇനി കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടെ കേട്ടോ. ഒരെണ്ണത്തിൻ്റെ കൂടെ അരക്കാനുണ്ട്, അതും കൂടെ ഒഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ ആക്കിയിട്ടെടുക്കട്ടെ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ആക്കാനുണ്ട്. പക്ഷേ റഫീഖ് ഇപ്പോൾ പോവും, എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഒന്നുകൂടെ വരും കേട്ടോ. ആ ഒരു സമയത്ത് ലഞ്ചും കാര്യങ്ങളൊക്കെ ആക്കി കൊടുത്താൽ മതി. ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ആ ഒരു സമയത്ത് മതി. അപ്പോൾ ഞാൻ എന്തായാലും ഇത് വേഗം തന്നെ ആക്കിയിട്ടെടുക്കട്ടെ. അപ്പോൾ ഇതാ നമ്മൾ 2 കലത്തപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പാക്ക് ചെയ്യാം. രാവിലെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിൽക്കുമ്പോൾ ഭയങ്കര തിരക്കാട്ടോ. കാര്യം നമ്മളെ അല്ലാത്ത കാര്യങ്ങളും ചെയ്യണം, പിന്നെ എക്സ്ട്രാ ഇതും കൂടെ വരുമ്പോൾ അല്ലേ നല്ല തിരക്കിട്ടിട്ടായിരിക്കും കേട്ടോ ചെയ്തിട്ടുണ്ടാവും. ഇത് തലേദിവസം ഉണ്ടാക്കി വെക്കാം, പക്ഷേ ഒരു ചെറിയൊരു ചൂടോടെ കഴിക്കാൻ പറ്റട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ രാവിലെ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ആയി കിട്ടും, ഒരു 10 മിനിറ്റോടെ നമുക്ക് ഒരെണ്ണം റെഡി ആവുമല്ലോ. അപ്പോൾ റഫീഖ പോയി. അപ്പോൾ അതിന് ശേഷം എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ ഞാനങ്ങ് നടത്തി. കിച്ചണിൽ കുറച്ച് സമയം നിന്നാലാട്ടോ നമുക്ക് ആ ഒരു കുളിക്കാനുള്ള ആ ഒരു ഇതൊക്കെ വരുള്ളൂ. പിന്നെ ചൂടുവെള്ളത്തിലാണ് ഇപ്പോൾ കുളിക്കുന്നത്. തണുത്ത വെള്ളം നോക്കാനേ പറ്റില്ല കേട്ടോ. നമ്മൾ വായിലൊക്കെ ആക്കുമ്പോൾ തന്നെ ഭയങ്കര തണുപ്പാണ്. പല്ലൊക്കെ ഇങ്ങനെ തണുത്ത് മരവിച്ച് പോകുന്നൊരു തണുപ്പുണ്ടേ. അപ്പോൾ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ കുറച്ച് ക്ലീനിങ് ഒന്ന് ചെയ്യട്ടെ, എന്നിട്ട് കിച്ചണിലേക്ക് പോകണം കേട്ടോ. ക്ലീനിങ് എന്ന് പറയാനൊന്നുമില്ല, ഒന്ന് അകൊക്കെ ഒതുക്കി പെറുക്കിയിട്ട് വെക്കട്ടെ. മഴയായ പിന്നെ പൊടിയും കാര്യങ്ങളും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ വല്ലപ്പോഴും ഒന്ന് തുടക്കുകയുള്ളൂ കേട്ടോ. അടിച്ചു വാരി ഒതുക്കി പെറുക്കി അടിച്ചു വാരിയിടും എന്നും, എപ്പോഴും ഒന്നും തുടക്കൂല കേട്ടോ. അങ്ങനെ മോശമാകുന്ന സമയത്ത് മാത്രമേ തുടക്കലുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞില്ലേ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊന്നും ആക്കിയിട്ടില്ല. റഫീഖ ഇപ്പോൾ വരും കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടേക്കൊന്ന് ഒതുക്കി പെറുക്കിയിട്ട് പോകുമ്പോൾ നമുക്കിവിടെ വലിയൊരു പണിയില്ലല്ലോ. പിന്നെ ഒരു ഗ്യാപ്പിൽ വന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു വാരിയിട്ട് പോയാൽ മതിയാവും. ഇപ്പോൾ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. എൻ്റെ വീഡിയോയിൽ അവിടെ നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. കിച്ചണിൽ മഴേൻ്റെ സൗണ്ട് നിർത്താതെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും ഒരു മൂടിക്കിട്ടിയ ആ ഒരു രീതിയിലാണ് കേട്ടോ ഉള്ളത്. വയനാടിനെ സംബന്ധിച്ചോളം ശരിക്കും പറഞ്ഞാൽ മഴ പെയ്താൽ എല്ലാവർക്കും ഭയങ്കര പേടിയാണ് കേട്ടോ. ഉള്ളിൽ ഭയങ്കര ഒരു പേടി വരും. എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയാണ്, പക്ഷേ ഇവിടെ നമുക്ക് ഒന്നും കൂടെ, കാരണം നമ്മൾ അനുഭവങ്ങൾ കുറേ ആയിട്ട് അങ്ങനെ തന്നെയാണല്ലോ. ഇപ്പോൾ എന്താ പറയുക, കള്ളാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് എല്ലാവരും ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. എന്നെ കുറേ പേര് കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ കുറേയൊന്നും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല കേട്ടോ. കുറേ പേര് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്താ ജംഷി സേഫ് അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷേ നമ്മൾ സേഫ് ആണെങ്കിൽ കൂടി നമ്മൾക്ക് സേഫ് ആണെന്ന് പറയാൻ തോന്നൂല കേട്ടോ. കാരണം എല്ലാവരും സേഫ് അല്ലല്ലോ. എന്തായാലും വയനാട് എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ടുള്ള മലകളും കുന്നുകളും ഒക്കെ ആയിട്ടുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവുകയും ചെയ്യും.
ഇതിപ്പോൾ സംഭവം ഉണ്ടായിട്ടില്ല, നമ്മൾ തുരങ്കപാത വരുന്നില്ലേ, അതിൻ്റെ പണി നടക്കുന്ന അവിടെയാണ് കേട്ടോ മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള. പക്ഷെ അത് നല്ല അല്ലാതെ തന്നെ ഈ എന്താ പറയുക, ഇങ്ങനത്തെ ബിൽഡിങ്ങും കാര്യങ്ങളും ഒക്കെ വരുന്നതും ഒന്നും വയനാടിനെ സംബന്ധിച്ചോളം താങ്ങാൻ പറ്റാത്തതിലും അപ്പുറമാണ് എന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. അങ്ങനെ തന്നെയാണ് എല്ലാവരും പറയുന്നത്. അപ്പം അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ റിസോർട്ടും കാര്യങ്ങളും മരം വെട്ടി മുറിക്കലും വയലിൽ വീട് വെക്കലും ഇതൊക്കെ തന്നെയാണ് പ്രശ്നങ്ങൾ. നമ്മൾ തന്നെ വരുത്തി വെച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ ഇപ്പോഴത്തെ കാലാവസ്ഥയും എല്ലാം കൂടെ ആയിട്ട് ഉള്ള ഓരോരോ കാര്യങ്ങൾ. എന്തായാലും വലിയ പ്രശ്നങ്ങളിലേക്കൊന്നും പോവാതെ എല്ലാവരെയും എന്താ പറയുക, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ എന്ന് പറയാണ് എല്ലാ നാട്ടിലുള്ളവരെയും കേട്ടോ, പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇതാ നമുക്ക് ഇങ്ങോട്ടേക്ക് വരാം. അപ്പം ഞാൻ ഒരു സിമ്പിൾ ദോശ കേട്ടോ, ഞാനിത് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ ഉണ്ടാക്കലുണ്ട്. പത്തിരിപ്പൊടിയിലാണ് ഇപ്പം ഞാൻ ചെയ്യുന്നത്. ഇത് തന്നെ നിങ്ങൾക്ക് കുതിർത്ത പച്ചരിയിൽ ചെയ്യാം കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. പത്തിരിപ്പൊടി ഇപ്പം ഞാനൊരു 1 കപ്പ് അര കപ്പാണ് എടുത്തിട്ടുള്ളത്. അത്രയും എടുത്തിട്ടുണ്ട്, ഒരു 1/4 കിലോ അതെടുത്തു. അതിലേക്ക് ഒരു 2 തവി ചോറ് കേട്ടോ, നമ്മൾ കൈപ്പിടിയില്ലേ അതിനൊരു 2 പിടി, അത്ര മതി. ഞാൻ എടുത്ത് നിങ്ങൾ കണ്ടല്ലോ, അത്രയും ചോറും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ആ ചോറ് അരയുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുത്തു കേട്ടോ. അതിനുശേഷം അതിലേക്ക് അതായത് ആ ദോശമാവ് നല്ലോണം അരഞ്ഞതിന് ശേഷം പച്ചരി ആണെങ്കിൽ പച്ചരി അരയുന്ന രീതിയിൽ അരച്ചെടുക്കുക, അത്ര തന്നെ ഫൈനായിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് ചെറിയ ഉള്ളി, ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ നമ്മളെ മുളകില്ലേ, ഉണക്കമുളക്, അതൊരു കുട്ടികളൊക്കെ ഉള്ളിടത്താണെങ്കിൽ ദോശ എരിവായിട്ട് പോകണ്ട, ഒരെണ്ണമൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. നമുക്ക് പിന്നെ ആ പ്രശ്നം ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ 2-3 ചേർത്ത് കൊടുത്തത്. അത് ചെറിയൊരു എരിവ് കിട്ടുകയും ചെയ്യും. ഞാൻ കാശ്മീരി ചില്ലിയാണ് കേട്ടോ എടുത്തപ്പോൾ, നിങ്ങൾ നോക്കിയിട്ട് എടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് പിന്നെ നമ്മൾ അരച്ചതാണല്ലോ ചോറൊക്കെ ചേർത്തിട്ട്, എന്നിട്ട് പിന്നെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ആ മുളകൊക്കെ അവിടെ ഇങ്ങനെ കിടക്കണം. ഞാൻ ദോശ ചുടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുകയെ. പിന്നെ അതിലേക്ക് ശരിക്കും പറഞ്ഞാൽ കറികളോ ഒന്നും വേണ്ട. ഞാൻ റഫീക്ക് എന്തായാലും ചോദിക്കും കേട്ടോ, ചമ്മന്തിയെങ്കിലും ചോദിക്കും. അപ്പോൾ ഞാനൊരു ചമ്മന്തി പൊടിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ചമ്മന്തിപ്പൊടിക്ക് വേണ്ടിയിട്ട് തേങ്ങയിലേക്ക് ഞാൻ വീണ്ടും എടുത്തത് കാശ്മീരി ഉണക്കമുളകില്ല, അതാണ്. നിങ്ങൾക്ക് സാധാ ഉണക്കമുളകും വേണമെങ്കിൽ എടുക്കാം. അതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണേ. ഞാൻ റോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ അരക്കാൻ നല്ല പാട് വിട്ടിട്ടുണ്ടായിരുന്നു, മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ചെറിയ ഉള്ളി, വെളുത്തുള്ളി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം, ഞാനിടാറുണ്ട് കേട്ടോ. പിന്നെ ചെറിയൊരു കഷ്ണം പുളി, വളംപുളിയില്ലേ, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ട് ചമ്മന്തി പൊടിച്ചെടുക്കുക. എന്നിട്ട് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ നമ്മൾ ചമ്മന്തിപ്പൊടി കറിവേപ്പിലൊക്കെ ഇട്ടിട്ട്. പിന്നെ അപ്പുറത്ത് റെസിപ്പിയൊക്കെ ചോറും ഉണ്ടാവണമല്ലോ, അപ്പോൾ ഞാൻ ചോറ് കുക്കറിൽ വിസിലടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇനി നമ്മളെ വൻപയറില്ലേ, അത് ഉപ്പിട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തോരനാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു സവാള കടുക് പൊട്ടിച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ട് 2 മിനിറ്റ് വെച്ച് കൊടുത്ത് അതിലേക്ക് നമ്മൾ വൻപയറിലേക്കുള്ള അരപ്പ് തേങ്ങയും പച്ചമുളകും ഒരു 2 വെളുത്തുള്ളിയോ 2 ചുവന്നുള്ളിയും ഇട്ട് കൊടുക്കും. പിന്നെ അതിലേക്ക് തന്നെ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും, ഇന്ന് മറന്നുപോയി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മളെ സവാളയിലേക്ക് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇനി വൻപയറും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു ലോ ഫ്ലെയിമിൽ 2 മിനിറ്റ് അടച്ച് വെച്ച് കൊടുത്താൽ നമ്മളെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്ന് കുറച്ചൊന്ന് വെന്ത് പോയി കേട്ടോ, ഇത്രയും വേവരുത്. ഞാൻ അധികം വേവിച്ചെടുക്കില്ല, ഒന്ന് വെന്ത് കിട്ടിയാൽ മതി, അല്ലാണ്ട് ഇങ്ങനെ കുഴഞ്ഞു പോകരുത്. ഇന്ന് ചെറുതായിട്ടൊന്നൊരു ഒട്ടൽ ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ, എന്നാലും കുഴപ്പമില്ല, റഫീഖയ്ക്ക് പ്രശ്നമില്ല, നമ്മൾ പിന്നെ എന്തും അഡ്ജസ്റ്റ് ചെയ്യുമല്ലോ. ആദ്യം ഈ ചെറുപയർ വൻപയറൊന്നും റഫീഖ കൊണ്ടുപോയില്ല, ഉപ്പേരിയായിട്ടൊന്നും കഴിക്കൂലായിരുന്നു കേട്ടോ. ഇപ്പം ഞാനിങ്ങനെ അതിൻ്റെ ഗുണങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് റഫീഖ് ഇല്ലാത്ത ദിവസം ഞങ്ങൾ ഉണ്ടാക്കേ, അങ്ങനെ ആയിട്ട് ഇപ്പോൾ പ്രോട്ടീൻ വേണം അങ്ങനെ ഇങ്ങനെയൊക്കെ ഞാൻ പറയുമ്പോൾ ഇപ്പോൾ സ്ഥിരമായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഒരു കാര്യം ഇഷ്ടപ്പെട്ടാൽ അങ്ങനെയാട്ടോ, സ്ഥിരമായിട്ട് പിന്നെ അത് തന്നെയായിരിക്കും. അങ്ങനെ ഇപ്പോൾ കുഴപ്പമില്ല, ചോറിൻ്റെ കൂടെ അതും കൂടെ കൊണ്ടുപോകും, വേറെയുള്ളതിൻ്റെ കൂടെ അതും കൂടെ കൊണ്ടുപോകും. അപ്പോൾ ഇതാ നമ്മൾ ദോശയും കൂടെ ഒന്ന് ചുട്ടെടുക്കുക. ഞാൻ നമ്മുടെ വെള്ളപ്പത്തിൻ്റെ ചട്ടിയില്ലേ, ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയോ നോൺ സ്റ്റിക്കിൻ്റെ ചീനച്ചട്ടിയോ അതിലൊക്കെ നമുക്ക് ചുട്ടെടുക്കാം. വെള്ളപ്പം ചുടുന്നത് പോലെ സെൻറ്റർ ഭാഗത്ത് കട്ടിയിൽ ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ, ആ ചുറ്റിച്ചെടുക്കാനുള്ള മാവ് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയേ. ഞാൻ അയണ്ട ചട്ടി ആയതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് എണ്ണ തടവി കൊടുത്തിട്ടുള്ളത് കേട്ടോ. നല്ല ടേസ്റ്റായത് കഴിക്കാൻ വേണ്ടിയിട്ട് ഉപ്പൊക്കെ പാകത്തിനൊക്കെ ഇട്ട് കൊടുക്കാം. എരിവ് നിങ്ങൾ ശ്രദ്ധിക്കുക, കുട്ടികളുടെ അടുത്തൊന്നും ഒരുപാട് ഉണക്കമുളക് അങ്ങ് വാരിക്കോരി ഇടരുത് കേട്ടോ. പിന്നെ കണ്ടോ ആ കളർ അടിപൊളിയാണ്. ഇതില്ലേ ശരിക്കും പറഞ്ഞാലൊരു നമുക്കൊരു പാർട്ടിയിലൊക്കെ ഉണ്ടാക്കി വെക്കാം കേട്ടോ. അങ്ങനെ ഉറപ്പായിട്ടൊന്നും പോകില്ല, ചോറൊക്കെ ചേർക്കുന്നതുകൊണ്ട്. പിന്നെ കാണാൻ അടിപൊളിയല്ലേ, നല്ല കറികളൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസം ഉണ്ടാവും കേട്ടോ പാർട്ടിയിലൊക്കെ വിളമ്പുമ്പോഴാണേ. അല്ലെങ്കിൽ നമുക്ക് വെറുതെ കട്ടൻ ചായൻ്റെ കൂടെ കുടിക്കാനും നല്ല ടേസ്റ്റാണ്.
മഴ നല്ല തിമിർത്ത് പെയ്യുന്നുണ്ട് കേട്ടോ. ശരിക്കും ഇങ്ങനെ ആകുമ്പോൾ ശരിക്കും നമുക്ക് ഉള്ളിൽ നമ്മളകത്ത് നിൽക്കുകയാണെങ്കിലും എല്ലാം ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിലും ഒക്കെ ഉള്ളിൽ നമുക്കൊരു പേടിയോട് കൂടിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാവും. ഉള്ളിൽ നല്ല ടെൻഷൻ ഉണ്ടാവും. അങ്ങനെ ഇതാ റഫീക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് പോയിട്ടാ. ചോറൊക്കെ ഞാൻ ആക്കി കൊടുത്തു. ലഞ്ച് കൊണ്ടുപോവല്ലേ ചെയ്യാം. അപ്പോൾ വാവയും ചായ കുടിച്ചു, ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ റഫീഖ കുറച്ച് തിരക്ക്, ഇതെടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇനി പോയി കഴിഞ്ഞിട്ട് സമാധാനത്തിൽ കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പോൾ ഇതാ ഒന്ന് റിലാക്സ് ചെയ്തിട്ട്, ചില ദിവസം എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. ചില ദിവസം അവിടെ തന്നെ ഇരുന്ന് കഴിക്കും, കിച്ചണിൽ തന്നെ. ചില ദിവസം ഇങ്ങനെ റിലാക്സ് ചെയ്തിട്ടൊന്ന് എൻജോയ് ചെയ്തിട്ടൊക്കെ കുടിക്കാൻ വേണ്ടി തോന്നും കേട്ടോ. അപ്പോൾ പിന്നെ ഇവിടെ വന്നിരുന്നിട്ട് കുടിച്ച് ഏട്ടത്തിനൊക്കെ ഒന്ന് ഫോൺ ചെയ്ത് ഉമ്മാനൊക്കെ ഒന്ന് ഫോൺ ചെയ്ത് എന്നിട്ടൊക്കെയാണ് കേട്ടോ എണീക്കുക. ചിലപ്പോൾ ഞാൻ വിചാരിക്കുമ്പോഴത്തേക്കും അവരിങ്ങോട്ടേക്ക് വിളിക്കും. പിന്നെ എനിക്ക് കുറച്ച് ആറിയിടാൻ, കുറച്ച് അലക്കാൻ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് എത്ര മഴയാണെങ്കിലും മുറ്റടിക്കൽ നിർബന്ധമാണ് കേട്ടോ. ആ മഴേൻ്റെ ഗ്യാപ്പ് നോക്കിയിട്ട് ഞാൻ മുറ്റൊന്ന് അടിച്ചിട്ട് വന്ന്, മഴേൻ്റെ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ അകത്ത് എന്തെങ്കിലും പണിയെടുക്കുകയാണെങ്കിൽ മഴ ഇങ്ങനെ തോർന്നില്ല എന്നാകുമ്പോഴത്തേക്ക് വേഗം പോവും. എന്നിട്ട് ജസ്റ്റ് അടിക്കും, അപ്പോഴത്തേക്കും മഴ പെയ്യും, പിന്നെയും കയറും, പിന്നെയും അടിക്കും. അങ്ങനെ ആയിട്ട് എന്തായാലും 3 പുറവും കംപ്ലീറ്റ് ആക്കും കേട്ടോ. അല്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. എനിക്ക് പ്രത്യേകിച്ച് മഴ പെയ്യുന്ന സമയത്ത് ഇങ്ങനെ മുറ്റത്തൊക്കെ നോക്കുന്ന സമയത്ത് ഇങ്ങനെ ഇലയൊന്നും ഇല്ലാതെ കാണണം കേട്ടോ. അപ്പോൾ മഴയാണെങ്കിലും എനിക്ക് മുറ്റടിക്കണം. അപ്പം ഞാൻ ഇപ്പോൾ മഴയത്തെ എൻ്റെ ഒരു റൊട്ടീൻ എന്താണെന്ന് വെച്ചാൽ, ഞാൻ മുറ്റടിക്കാൻ ഇറങ്ങുമ്പോൾ തന്നെ കുറച്ച് അപ്പുള്ളത് അന്നന്നുള്ളത് അന്നന്ന് അലക്കും കേട്ടോ. റഫീഖാൻ്റെ പാൻറ് ഷർട്ടൊക്കെയാണ് കൂടുതലും ഉണ്ടാവുക. അപ്പോൾ അത് അലക്കാൻ വേണ്ടി കുതിർത്ത് വെച്ചിട്ടാണ് മുറ്റടിക്കാൻ വേണ്ടി പോവുക. അങ്ങനെ മുറ്റടിച്ച് വാരി കയറുമ്പോൾ അത് അലക്കി കഴിഞ്ഞിട്ട് അങ്ങ് കയറുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ അത് രണ്ടും കഴിഞ്ഞല്ലോ. പിന്നെ അകത്ത് എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ ചിലപ്പം നമ്മളെ പണികൾ കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയാണ് ഈ ഒരു മഴയത്തെ എൻ്റെ റൊട്ടീനും കാര്യങ്ങളൊക്കെ പോകുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ അലക്കിയതൊക്കെ കൊണ്ട് ആറിയിട്ടു. ഇനി നമുക്ക് ഉച്ചക്കത്തേക്ക് ഒരു കറി ഉണ്ടാക്കണം. കുറേ നാളായിട്ട് മീൻ അങ്ങനെ വാങ്ങലേ ഇല്ല കേട്ടോ. ഒരു ദിവസം മത്തി എന്തോ വാങ്ങി, അന്ന് പണി കിട്ടുകയും ചെയ്ത്. നല്ല മത്തിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് എല്ലാവരും പറഞ്ഞിട്ട് ഞാൻ വാങ്ങിച്ചപ്പോൾ അതിന് നല്ല മുള്ളുള്ള മത്തിയായിരുന്നു കേട്ടോ. ഞാനാണെങ്കിൽ അതിങ്ങനെ മുളകിടുകയും ചെയ്തു. അപ്പോൾ നമുക്ക് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അങ്ങനെ അതിന് ശേഷം നമുക്കൊരു മീനിനോടൊരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം പിന്നെ ഇന്നലെ രാത്രി ഞാനും റഫീക്കും പോയിട്ട് മീൻ വാങ്ങി. മുള്ളലുണ്ടേ, നോക്ക് സാധാ മുള്ളല് നമ്മളെ അമ്പലേരിയിൽ തന്നെയുള്ള മീൻകട അവിടെ നിന്നാണ് കേട്ടോ വാങ്ങിയത്. ഉച്ചയ്ക്ക് ശേഷം വരുന്ന മീനായിരുന്നു. നല്ല ഫ്രഷ് മീൻ നമുക്ക് കിട്ടലുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ അവിടെ പോവാറുണ്ട്. ചിലപ്പോൾ അവർ നമ്മൾ പറഞ്ഞാൽ കൊണ്ടുത്തരുക. പക്ഷേ എനിക്ക് റഫീഖക്ക് മീൻ വാങ്ങാൻ പോവാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പോയി 1-2 മീനൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. ഇന്നിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് നമ്മുടെ പടമാന്തളില്ലേ, വലിയ മാന്തൾ, അതാണ് കേട്ടോ. പിന്നെ കുറച്ചൊരു ഹാഷ് കളറിലൊരു മുള്ളൻ പോലത്തെ കുറച്ചൊരു വലിയ മീനും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഇന്നലെ ഞാൻ രാത്രി എടുത്ത വീഡിയോ കേട്ടോ നിങ്ങളെ ക്ലിപ്പ് കാണിച്ചത്. രാത്രിയിൽ കൊണ്ടുവന്ന് അപ്പം തന്നെ അവർ ക്ലീൻ ചെയ്ത് തന്നു, കട്ട് ചെയ്ത് തന്നു. അപ്പം തന്നെ കൊണ്ടുവന്ന് അപ്പം തന്നെ പൊരിച്ച് കഴിച്ചിട്ടാട്ടോ സമാധാനമായത്. കുറേ നാളായിട്ട് കൂട്ടാത്തതുകൊണ്ടേ വല്ലാത്തൊരു ആഗ്രഹം വന്നു. പക്ഷെ നല്ല ടേസ്റ്റും ഉണ്ടായിട്ട് മീനും. നമ്മൾ പുട്ടും മീൻ പൊരിച്ചതും ആക്കി. നല്ല കോമ്പിനേഷൻ ആട്ടോ. പുട്ടും മീൻ പൊരിച്ചതും ചെയ്തിട്ടില്ലേ ഒന്ന് ചെയ്ത് നോക്കണം. നമുക്ക് കറിയൊന്നും വേണ്ട. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും കറിയില്ലല്ലോ, ഡ്രൈ അല്ലേ, പുട്ട് ഡ്രൈ അല്ലേ എന്ന്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. നല്ല രസമാണ് പുട്ടും മീൻ പൊരിച്ചത്. നമുക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്. ദോശ, മീൻ പൊരിച്ചത്, അങ്ങനെയൊക്കെ, പ്രത്യേകിച്ച് മഴയൊക്കെ പെയ്യുമ്പോൾ. അപ്പോൾ ഇതാ നമ്മൾ മീൻ കറി വെക്കാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുത്തു. അതിലേക്ക് കുടംപുളി ആട്ടോ ഞാൻ ഇട്ട് കൊടുത്ത്. നമ്മളിവിടെ തന്നെ ഉണ്ടായ കുടംപുളി കഴിഞ്ഞ കൊല്ലത്തത് ഞാനിങ്ങനെ മുറിച്ചിട്ടിട്ട് ഉപ്പിട്ട് വെക്കും കേട്ടോ. അതാണ് കേട്ടോ അത്. അപ്പോൾ അതും പുളിക്ക് അതാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത്. ഞാൻ ഇഞ്ചി ഇടാറില്ല കേട്ടോ. ഇഞ്ചി ഇടണമെങ്കിൽ ഇടാം. കുറച്ച് ഉപ്പും കൂടെ, കല്ലുപ്പാട്ട ഞാൻ ഇട്ട് കൊടുത്തത്. ഞാൻ ഈ കറികളിലേക്കൊക്കെ കല്ലുപ്പാട്ട ഇട്ട് കൊടുക്കുക. പൊടിയുപ്പ് അല്ല, ഇങ്ങനെ ഉപ്പേരി അങ്ങനത്തതിലേക്കൊക്കെ ഇട്ട് കൊടുക്കുള്ളൂ. അപ്പോൾ അതൊന്ന് തിളച്ച് തക്കാളി കുറച്ച് സമയം ഒന്ന് കുക്കാവട്ടെ. നമുക്ക് അരപ്പ് റെഡിയാക്കിയിട്ട് എടുക്കാം. തേങ്ങ ചിരകി ഫ്രിഡ്ജിലുണ്ടായിരുന്നു, അതുകൊണ്ട് ഫ്രീസറിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കറികളൊക്കെ കുറച്ച് എളുപ്പമാണ്.
അതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുത്തു, മഞ്ഞൾപ്പൊടി, 2 അല്ലി വെളുത്തുള്ളി, വേണമെങ്കിൽ 2 അല്ലി ചുവന്നുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ, ചെറിയ ഉള്ളി. അപ്പോൾ അതൊന്ന് അരച്ചെടുത്തു. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വന്നപ്പോൾ ഞാൻ മീനൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഈ മീൻ പിന്നെ അങ്ങനെ വേവേണ്ട, കുറേ സമയം വേവേണ്ട കാര്യമൊന്നുമില്ല. മീനിട്ട് കൊടുത്ത് പ്രത്യേകിച്ച് വേവിക്കുന്നൊന്നുമില്ല. അപ്പം തന്നെ അരപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ആ അരപ്പൊന്ന് തിളച്ച് കുക്കാകുമ്പോഴത്തേക്കും തന്നെ നമ്മൾ മീനും വെന്ത് കിട്ടുമല്ലോ. അപ്പോഴത്തേക്കും നമ്മളെ കറി റെഡി ആയിട്ട് കിട്ടും. ഞാൻ മുളക് പൊടി നമ്മൾ കറിക്കുള്ളതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 3 ടീസ്പൂണാണ്, 3-3.5 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തത്. പച്ചമുളക് 2 ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് അത്യാവശ്യം നല്ല എരിവുള്ളതാണ്. ഞാൻ പറഞ്ഞില്ലേ നമ്മളിവിടെ ഉണ്ടായ കൊടുമ്പുളിന്ന് ഇതിനിടയ്ക്ക് കറിയൊക്കെ അടുപ്പത്താക്കുന്ന സമയത്ത് കുരങ്ങന്മാർ വന്നു കേട്ടോ. ഭയങ്കര ശല്യമാണ് കേട്ടോ. ഇപ്പോൾ റംബുട്ടാൻ കളറൊന്നും മാറിയിട്ടില്ല, യെല്ലോ കളർ പോലും ആയിട്ടില്ല കേട്ടോ. അതിൽ നിൽക്കുന്നത് കണ്ടിട്ട് ഇവന്മാർക്ക് സഹിക്കുന്നില്ല. പിന്നെ മാങ്ങയും അവിടെ ഇവിടെ കുറച്ചൊക്കെ ഉണ്ട്, അതൊക്കെ നശിപ്പിച്ചൊന്നും പറയണ്ട. പിന്നെ ഈ കുടംപുളി കഴിക്കൂല, പക്ഷേ ഈ മഴയത്ത് വരുമ്പോഴേ നമുക്ക് പറഞ്ഞയക്കാനും പറ്റില്ല. മരത്തിൻ്റെ മുകളിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിയിട്ട് ഇതെല്ലാം ഇത് കഴിക്കൂല, പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചാട്ടത്തിൽ ഇതെല്ലാം നിലത്ത് തൊഴിഞ്ഞ് വീണു പോകും കേട്ടോ. പിന്നെ ഇപ്പോൾ ഇത് മുറിച്ച് കഴുകിയിട്ടുണ്ട്, മുറിച്ച് ഉപ്പിട്ടിട്ട് വെക്കണം കേട്ടോ, നമ്മൾ കണ്ണിമാങ്ങ ഇട്ട് വെക്കണ പോലെ. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഉണക്കിയില്ലെങ്കിലും പ്രശ്നമില്ല. നമുക്കിവിടെ അടുപ്പ് 2-3 ദിവസം കൂടുമ്പോൾ നമ്മൾ വെള്ളത്തിന് 2 ദിവസം കൂടുമ്പോൾ അങ്ങനെയൊക്കെയാണ് കത്തിക്കുക. അപ്പോൾ അതുപോരല്ലോ, ഇങ്ങനെ പുകയൊക്കെ ഇട്ട് അങ്ങനെയല്ല ഇങ്ങനെ കറുത്ത് വരിക കൊടുമ്പുളി മഴേൻ്റെ സമയത്ത്. അപ്പോൾ അത് ഞാൻ ഉപ്പിട്ടിട്ട് വെക്കുകയാണ് കേട്ടോ ചെയ്യുക. കുരങ്ങന്മാരെ കൊണ്ട് ഒരു രക്ഷയില്ല കേട്ടോ. ഒരു റംബുട്ടാൻ പോലും നമുക്ക് തരില്ല. അവർ ഫുള്ള് മരത്തിൽ നമ്മൾ കാണൂല, അനങ്ങാണ്ടിരിക്കുന്നത് കാണാം കേട്ടോ. ഞാൻ കവണയും കൊണ്ടൊക്കെ കുറേ സമയം നടന്ന് ദേഷ്യം പിടിച്ചിട്ട് ഞാൻ ഉള്ളിലേക്ക് കയറി കേട്ടോ. ഇപ്പോൾ കുറേ എത്ര സമയമാണെന്ന് വെച്ചിട്ടാ പോവില്ല ഇവിടുന്ന്. പേരക്ക, മാങ്ങ, റംബുട്ടാൻ എല്ലാം ഇങ്ങനെ കയറി മറിഞ്ഞ് കളിക്കും, എല്ലാം കടിച്ച് വേസ്റ്റാക്കുക ചെയ്യുക, കഴിക്കുകയല്ല കേട്ടോ ചെയ്യുക. ഫുള്ള് കുരങ്ങന്മാരെന്ന് വെറുതല്ല കേട്ടോ പേരിട്ടത് ഇവർക്ക്, ഒന്നും പറയണ്ട. അപ്പോൾ ഇതാ എൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് കുറച്ച് സമയമൊക്കെ എനിക്ക് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇതാ ഫുഡൊക്കെ കഴിക്കുകയാണ്. നമ്മളെ മീൻകറിയും, ഞാൻ കുറച്ച് ദിവസമായിട്ട് മീൻകറിയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. പച്ചക്കറി, എന്തെങ്കിലും ഒരു ഉപ്പേരി, വടുക പൊരിച്ചത്, മുളക് പൊരിച്ചത്, പപ്പടം പൊരിച്ചത്, ഇതൊക്കെ ആയിരുന്നേ. അപ്പോൾ ഇന്ന് മീൻ പൊരിച്ചതൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ചോറ് കുറച്ച് കൂടുതൽ പയർ ഉപ്പേരിയും കാര്യങ്ങളൊക്കെ കേട്ടോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് സമയം ഭയങ്കരമായിട്ട് ഉറക്കം വരും കേട്ടോ. രാവിലെ നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നലെയും കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉറക്കവും പ്രശ്നമായിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നല്ലോണം ഒന്ന് ഉറങ്ങി. അപ്പോഴാണ് നമ്മളിവിടെ അമ്പലയിൽ തന്നെയുള്ള നമ്മളെ അറിയുന്ന അവിടെ ഒരു ഉപ്പ മരിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളൊക്കെ അവിടെ പോയി. റഫീക്ക വന്നിട്ടുണ്ടായിരുന്നു. റഫീക്ക മയ്യത്തൊക്കെ കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഖബർ വയ്ക്കാൻ വേണ്ടിയിട്ട് മൈതാനിയിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മയ്യത്ത് എടുത്തതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു വന്നു. അപ്പോൾ ഏട്ടത്തിൻ്റെ അയൽവാസീൻ്റെ വലിയുപ്പയാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഓളും വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഓളും അവിടുത്തെ 1-2 അയൽവാസികളും അവിടെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ വീട്ടിലേക്ക് ഇവിടെ വന്നിട്ടുണ്ടായി. അപ്പോൾ ഞാൻ വേഗം അവർക്ക് വേണ്ടിയിട്ട് ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് കാപ്പി അടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വേഗം ഒരു പഴംപൊരി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഒരു ഇൻസ്റ്റൻറ്റ് പഴംപൊരി റെസിപ്പി കാണിച്ചു തരാം. നിങ്ങൾക്ക് അളവ് കണ്ടല്ലോ, കുറച്ച് മൈദയും, കൂടുതൽ മൈദയും ഇച്ചിരി ഒരു 1/4 കപ്പ് ഞാൻ അരിപ്പൊടി, ഏതരിപ്പൊടിയായാലും കുഴപ്പമില്ല കേട്ടോ, പച്ചരീൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ, ഒരു 2 നുള്ള് നമ്മുടെ ബേക്കിംഗ് സോഡയില്ലേ അപ്പക്കാരം, അത് ചേർത്ത് കൊടുത്തത്. കാരണം നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കുന്നതല്ലേ, അതുപോലെ ഗസ്റ്റിന് കൊടുക്കുന്നതല്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട്. പിന്നെ ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുത്തു. ഏലക്കപ്പൊടി മറന്നു പോയിട്ട്, ഏലക്കപ്പൊടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്തോ. പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് നല്ല ഒന്ന് കലക്കിയെടുക്കുക. ഈ ഒരു ലൂസിൽ വേണം കേട്ടോ, ടൈറ്റാക്കി കൊടുക്കണ്ട. ഈ ഒരു ലൂസിൽ വേണം ഈ ഒരു ബാറ്റർ കലക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒന്നുമില്ല, പഴംപൊരി സാധാ നമ്മൾ ഉണ്ടാക്കുന്ന പോലെ തന്നെ പഴം ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. നല്ല അടിപൊളി പഴംപൊരി ആട്ടാ കിട്ടുക. പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബേക്കിംഗ് സോഡ ഇടണ്ട, താല്പര്യമില്ല എന്നാണെങ്കിൽ നിങ്ങൾ ഇതേ സെയിം സംഭവങ്ങൾ മിക്സീൻ്റെ അരിപ്പൊടി വേണ്ട കേട്ടോ, മിക്സീൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കറക്കിയിട്ടെടുക്കുക. അങ്ങനെ ചെയ്താലും നല്ല പഴംപൊരിനെ കിട്ടും. പക്ഷേ ഇത്ര ഒരു പെർഫെക്ഷൻ കിട്ടൂല, അത്രയേ ഉള്ളൂ. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു മുട്ട കൂട്ടിക്കൊടുക്കാം കേട്ടോ ആ ബാറ്ററിൽ. അങ്ങനെ എങ്ങനെ രീതിയിൽ വേണമെങ്കിലും നമുക്ക് പഴംപൊരി ഉണ്ടാക്കിയിട്ട് എടുക്കാം. മുട്ട കൂട്ടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ഇങ്ങനെ ആ ഒരു പൊങ്ങലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമേ. അപ്പോൾ ഇതിപ്പോൾ ഇതാ ഇങ്ങനെയാണ് കേട്ടോ, നല്ല നല്ല അടിപൊളിയായിട്ടുള്ള പഴംപൊരി കിട്ടും കേട്ടോ. നല്ല ചൂടോടെ നല്ല ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരിയാണ് കിട്ടുക. അപ്പോൾ ഈ രീതിയിൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കിക്കോ. അപ്പോൾ എനിക്കിത് ബാറ്റർ കുറച്ച് സമയം ഒന്ന് വെക്കാനോ, കുറച്ച് സമയം വെച്ചാൽ നമുക്ക് അപ്പക്കാരൊന്നും ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ, അതിനൊന്നുള്ള ടൈമില്ല.
കാപ്പി തിളക്കുന്ന സമയം കൊണ്ട് ഞാൻ പഴംപൊരി ഉണ്ടാക്കിയെടുക്കുകയാണേ. വേഗം എണ്ണ അടുപ്പത്ത് വെച്ചു. പിന്നെ പെട്ടെന്ന് എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഫ്രൈ ആക്കിയിട്ട് എടുക്കാനുള്ളതേ ഉള്ളൂ. വെച്ചിട്ടേ ഇല്ല കേട്ടോ മാവ്. അങ്ങനെ നമ്മളെ പഴംപൊരിയൊക്കെ റെഡിയായി. ഇനി ഞാൻ അവർക്ക് കാപ്പി കൊടുക്കട്ടെ. ഞാൻ കാപ്പി കേട്ടോ ഇന്ന് ഉണ്ടാക്കിയത്, ശർക്കരയല്ല, നമ്മൾ പഞ്ചസാര ഇട്ടിട്ടുള്ള കാപ്പിയില്ലേ, അപ്പോൾ അത് ഇന്നെന്തായാലും സ്നാക്സ് വേണം. കാര്യം എന്തായാലും റഫീക്ക ഇന്ന് നേരത്തെ വന്നിട്ടുണ്ട്, മരിച്ചതുകൊണ്ട് നേരത്തെ വന്നില്ലേ. അപ്പോൾ 4:30 മയത്ത് മറവ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഒരു 5 മണി 5:30 ആകുമ്പോഴത്തേക്കും റഫീക്ക തിരിച്ചു വരും. അപ്പോൾ എന്തായാലും ഞാൻ പഴംപൊരിയോ എന്തെങ്കിലും നെയ്യപ്പം നട്ടു വിചാരിച്ചു, ഒരു ഇൻസ്റ്റൻറ്റ് നെയ്യപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവർ വന്നപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ പഴംപൊരി ഉണ്ടാക്കിയെടുത്തതാ. പഴംപൊരി എടുക്ക്. ആയിരിക്കാം. മേലി വീഴും. അപ്പോൾ റഫീക്ക മയ്യത്തൊക്കെ മറവ് ചെയ്ത് വന്നതാട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ പറഞ്ഞില്ല ഇന്ന് കുരങ്ങിൻ്റെ നായാട്ടായിരുന്നു എന്ന്. അപ്പോൾ മാങ്ങയൊക്കെ കുറേ എണ്ണം ഇങ്ങനെ വലിയ മാങ്ങകൾ കടിച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റൂലല്ലോ. അപ്പോൾ റഫീക്ക് ബാക്കിയുള്ളത് ഞാൻ കുറച്ചുകൂടെ അച്ചാറിനൊക്കെ വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കല്ല കേട്ടോ അച്ചാർ. നിങ്ങൾ വിചാരിക്കും ഈ അച്ചാറൊക്കെ എന്താ ചെയ്യുന്നത്, റഫീക്കൊക്കെ ആർക്കെങ്കിലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടാവും കേട്ടോ. ഇങ്ങനെ പരിചയക്കാരുണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ തിരുവനന്തപുരം അങ്ങോട്ടൊക്കെ നമ്മൾ അച്ചാർ പോകും കേട്ടോ. സെയിൽ ചെയ്യുന്നൊന്നല്ല കേട്ടോ, നമ്മളെ പരിചയമുള്ളവർക്ക് കൊടുക്കുന്നതാ. പിന്നെ അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഇട്ട് വെക്കുന്നതാ കേട്ടോ. അപ്പോൾ ആ ഒരു മാവിലെ മാങ്ങയില്ലേ, അത് അച്ചാറിന് സൂപ്പറാണ് കേട്ടോ. അതാണ് ഞാൻ അച്ചാറിടാൻ എടുക്കുന്ന മാങ്ങ. അതൊരു 10-15 കിട്ടിയിട്ടാ. പക്ഷെ അതും ഒരെണ്ണം തന്നെ കുറേ ക്വാണ്ടിറ്റി ഉണ്ടാവും. അങ്ങനെ ഇതാ മഗ്‌രിബ് നിസ്കാരത്തിൻ്റെ മുമ്പായിട്ട് നമ്മൾ വേഗം ഇത് മാങ്ങയൊക്കെ കട്ട് ചെയ്തിട്ട് ഞാൻ റഫീക്കും കൂടെ ചെയ്തതാണേ. ഇപ്പോൾ 2 തരം അച്ചാറിനുള്ളതൊക്കെ കട്ട് ചെയ്ത് വെച്ചു, കറിവേപ്പിലൊക്കെ പറിച്ച് വെച്ചു, എല്ലാം റെഡിയാക്കിയിട്ട് വെച്ചു. ഇനി ഇശാക്ക് നിസ്കരിച്ച് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഇതിമ്മ പണിയാമെന്ന് വിചാരിച്ചു. അതാണ് കേട്ടോ കിച്ചൺ ഇങ്ങനെ ഇരിക്കുന്നത്. ഇനി എൻ്റെ ഈ ഒരു പണി, ഈ അച്ചാറിടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാനിവിടെ ക്ലീൻ ആക്കുകയുള്ളേ. പിന്നെ ഇങ്ങനത്തെ പണികൾ എനിക്ക് ചെയ്യാനിഷ്ടം രാത്രിയിലാണ് കേട്ടോ, രാവിലത്തേനേക്കാളും. കാരണം നമ്മൾ സാധാ ആ ഒരു പണികളൊക്കെ കഴിഞ്ഞ് നമ്മൾ റെസ്റ്റ് എടുക്കലൊക്കെ കഴിഞ്ഞ് രാത്രി ഇങ്ങനത്തെ ഒരു എക്സ്ട്രാ ടൈം കിട്ടുമ്പോൾ, രാത്രിയിലൊക്കെ കിട്ടുമ്പോൾ എനിക്കിഷ്ടമാണ് കേട്ടോ. റഫീഖില്ലാത്ത ദിവസം അങ്ങനെയൊക്കെ ആട്ടെ ഞാൻ ചെയ്യാം. എന്താ അതിലിട്ടത്? കുരുമുളക്, ഉപ്പ്, പച്ചമുളക്, കറിവേപ്പില ആദ്യം അരച്ച് അതിൽ പിന്നെ കുരുമുളക് പൊടി ഇട്ട്, പിന്നെ ഉപ്പ്, കല്ലുപ്പ. തീ തെറിക്കിട്ടോ, അത് തിളച്ചിട്ടുള്ള കളി കഴിഞ്ഞോ? കളി ഇന്നില്ല. പിന്നെന്താ കാണുന്നുണ്ടെങ്കിൽ പഴയ കളിയാണ്, ന്യൂസാണ്, പഴയ കളിയാണ്. ഓഹരി കൈമാറ്റം അറിയിച്ച അദാനി ബോർഡ് പരസ്യ വാർത്താക്കുറിപ്പ് ഇറക്കുന്നതിന് 25 ദിവസം മുമ്പ് MSC ഓഹരി വാങ്ങുന്നുവെന്ന ദേശാഭിമാനി വാർത്തയാണ് അപ്പോൾ ഞാൻ അച്ചാറിൻ്റെ ഇടയ്ക്ക് പോയിട്ട് കുറച്ച് സമയം ന്യൂസ് കാണും, റഫീഖാൻ്റെ കൂടെ ഇരിക്കുമ്പോൾ അങ്ങനത്തെ കളിയൊക്കെയാണ് നടക്കുന്നത്. പിന്നെ അതായത് ഞാൻ റെസിപ്പി ഒന്നും എടുത്തിട്ടില്ല, നമ്മൾ റെസിപ്പി കാണിച്ചിട്ടുള്ളതാണ്. നമ്മൾ ഗ്രീൻ അച്ചാർ, ആ ഒരു യെല്ലോ ഗ്രീൻ കളറുള്ള അച്ചാർ. അപ്പോൾ അതവിടെ റെഡിയായി. ഇനി നമ്മുടെ സാദാ അച്ചാർ ഉണ്ടാക്കുക കേട്ടോ. അപ്പം നല്ലെണ്ണയിലേക്ക് കടുകും ഉലുവയും പൊട്ടിച്ച് നമ്മളെ സാമ്പാർ കായല്ലേ അത് 2 പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് മാങ്ങ ഇങ്ങനെ ഇട്ട് കൊടുക്കും കേട്ടോ. ഇത് വേവൊന്നുമില്ല കേട്ടോ, നമ്മൾ ലോ ഫ്ലെയിമിലേക്കാണ് ഇട്ട് കൊടുക്കുക. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ മുളക് ചേർക്കില്ല ഈ സമയത്ത്. ആ ഒരു എണ്ണയിലേക്ക് മുളക് ചേർക്കുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം, കരിഞ്ഞു പോകും. അപ്പോൾ ഇങ്ങനെ ചേർക്കുന്ന സമയത്ത് അച്ചാറൊക്കെ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർ, പരിചയമില്ലാത്തവർ ഈ രീതിയിൽ ചെയ്തു കേട്ടോ. വേഗം ചെയ്ത് കൊടുത്താൽ മതി. മുളക് പൊടി ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു മാങ്ങയോട് കൂടി മിക്സ് ആക്കുമ്പോൾ ആ മുളക് പൊടി കരിഞ്ഞു പോകില്ല. ഞാനിങ്ങനെയാണ് കേട്ടോ എപ്പോഴും ചെയ്യാം. ഇനി ഇതൊന്ന്
നല്ലോണം ഒന്ന് റോസ്റ്റ് ആക്കിയിട്ട് എടുക്കുക. കരിഞ്ഞു പോകരുത്, നല്ലൊരു കളർ വരും. ആ ഒരു സമയത്ത് നമുക്ക് ബാക്കി മാങ്ങയും കൂടെ ഇട്ടിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചേർത്ത് ഒന്ന് സെറ്റാക്കിയിട്ട് എടുക്കാം. മാങ്ങച്ചാറിൽ ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അങ്ങനത്തെ ഒന്നും ചേർക്കില്ല കേട്ടോ. എനിക്കിങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ള അതാണ് ഇഷ്ടം. നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് ആട്ടോ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് അച്ചാറിടുന്ന സമയത്ത്. മാങ്ങയിലേക്ക് വേറൊന്നിൻ്റെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് മാങ്ങ ഞാനൊന്ന് റോസ്റ്റായി വന്നപ്പോൾ അത് ഇട്ട് കൊടുത്തു. പിന്നെ കല്ലുപ്പാട്ട് ഇട്ട് കൊടുക്കുന്നത്. ഏതിപ്പായാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ പിന്നെ ഇങ്ങനത്തേലൊക്കെ ഞാൻ അതാണ് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഉപ്പിട്ട് കൊടുത്തു. പിന്നെ കടുക്, ഉലുവ ഒന്ന് ജസ്റ്റ് റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചെടുത്തതാണ്. പിന്നെ 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊരു ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ. ഭയങ്കര പുളിപ്പില്ലാതെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അങ്ങനെ ചേർത്ത് കൊടുത്താൽ മധുരിപ്പൊന്നും ഉണ്ടാവില്ല. ഇനി നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കട്ടെ കേട്ടോ. ഇതിൽ ഞാൻ തിളപ്പിച്ചാറിയ വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഞാൻ അങ്ങനെ ചേർത്ത് കൊടുക്കാറുണ്ട് ഫ്രിഡ്ജിലൊക്കെ വെക്കാനുള്ളതാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു 2 ആഴ്ച വരെയൊക്കെ ഉപയോഗിക്കാനുള്ളതാണെങ്കിൽ. ഇതെനിക്ക് ഇവിടെ സൂക്ഷിക്കാനുള്ളതാണ് കേട്ടോ. അതായത് കുറേ നാളുണ്ടാവും എൻ്റെ അച്ചാർ ഇവിടെ. നമ്മളങ്ങനെ ഭയങ്കരമായിട്ടുള്ള അച്ചാറൊന്നും കൂട്ടില്ല. ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ഫുഡിന് കൊടുക്കുക, അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ വിനാഗിരി മാത്രം ഞാൻ ആ ഒരു ക്വാണ്ടിറ്റി വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി കേട്ടോ. ഇനി മാങ്ങയിൽ നിന്ന് മഴയൊക്കെ പെയ്തതല്ലേ, അപ്പോൾ എന്തായാലും ചെറിയ വെള്ളവും കാര്യങ്ങളൊക്കെ ഇറങ്ങി വരും. അപ്പോൾ ആ ഒരു ഗ്രേവി കറക്റ്റായിട്ടുണ്ടാവും. ഇനി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക, ഉപ്പൊക്കെ ഒന്ന് കറക്റ്റ് ആക്കിയിട്ട് എടുക്കുക. പുളിയും കാര്യങ്ങളൊക്കെ നമ്മളെ ടേസ്റ്റിൻ്റെ അനുസരിച്ച് കറക്റ്റ് ആക്കിയിട്ട് എടുക്കുക. അത്രയേ ഉള്ളൂ. മധുരം ചേർക്കണമെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും മധുരം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഇനി ഇത് ജസ്റ്റ് ഒരൊറ്റ തിളപ്പിക്കും കേട്ടോ. എന്നിട്ട് അങ്ങ് ഓഫാക്കിയിടും. അപ്പോഴത്തേക്കും നമ്മൾ മാങ്ങ കുക്കായിട്ടൊന്നും പോകില്ല കേട്ടോ. പക്ഷേ നമുക്ക് അപ്പം തന്നെ കൂട്ടാൻ പറ്റുന്ന ആ ഒരു രീതിയിൽ നമുക്ക് മാങ്ങാച്ചാർ റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റുക. അപ്പോൾ ഇതാ ഇനി ഈ ഒരു അച്ചാറിലേക്ക് ഞാൻ 2ലേക്കും കൂടെ കടുകും ഉലുവയും വറുത്ത് പൊടിച്ചതാണ്. അപ്പോൾ അത് ബാക്കിയുള്ളത് ഇതിലേക്കും കൂടെ ഇട്ട് കൊടുത്തേ. അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ട് ഇതും വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ ഇത്. ഈ മാങ്ങയില്ലേ, ഇത് ഞാൻ തിളപ്പിച്ച് വേവിക്കും കേട്ടോ. അതാണ് ആ ഒരു അച്ചാറിൻ്റെ ടേസ്റ്റ് അതാണ്. പക്ഷേ വേറുള്ള അച്ചാറിനൊന്നും അങ്ങനെ വേവിക്കരുത്. അപ്പോൾ ഇതാ നമ്മൾ 2 അച്ചാറും റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം നാളെ കേട്ടോ ഞാനിത് കുപ്പിയിലേക്ക് മാറ്റുള്ളൂ. നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ നിന്ന് ഞാനിപ്പം തന്നെ മാറ്റി വെക്കോട്ടെ. ഇത് പിന്നെ സ്റ്റീലല്ലേ, അത് പിന്നെ കുഴപ്പമില്ല. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇന്നത്തെ പണികളും കാര്യങ്ങളൊക്കെ ഒന്ന് അവസാനിപ്പിച്ചിട്ടുണ്ട്. സമയം 10 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് റഫീഖ് ന്യൂസൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. നമുക്ക് ഈ ഒരു സ്വഭാവം ഇല്ലാത്തതാണ് കേട്ടോ. ടി വി കാണലല്ല, കളി കാണുക, വാർത്ത കേൾക്കുക, ഇതൊക്കെയാണ്. സിനിമ കാണൽ അങ്ങനത്തെയൊന്നും പൊതുവേ ഇല്ല. അപ്പോൾ ഇത് കളിയായപ്പോൾ കേബിളൊക്കെ ഒന്ന് ആക്കിയതാണ് കേട്ടോ. അങ്ങനെ ഒരു 10 മിനിറ്റ് ഇരുന്നിട്ട് പിന്നെ നമ്മൾ കിടക്കാൻ വേണ്ടിയിട്ട് പോയിട്ടാ. ഓൾറെഡി നമ്മൾ ഇന്ന് വൈകിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് യൂസ്ഫുള്ളാന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോകല്ലേ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളോട് കമൻറ്റ് ചെയ്യാൻ മറന്നുപോകല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.